കാനഡയിൽ തന്നെ ഏറ്റവും വലിയ ഫാമേഴ്സ് മാർക്കറ്റ് നമുക്ക് കാണാൻ പോകാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് സൂയിസൈഡ് ചെയ്യുന്നത് കർഷകരാണ്. എന്നാൽ ഇവിടെ കാനഡയിൽ ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ളവർ കർഷകരാണ്. ഈ ഫാമേഴ്സ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഒണ്ടാരിയോയിലെ വാട്ടർലൂവിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാൻ പോകാം. എന്നാ വായോ. മാർക്കറ്റിലെ അകത്തെ കാഴ്ചകൾക്ക് മുമ്പ് കുറച്ച് ചരിത്രം നമുക്ക് കേൾക്കാം. 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും കാനഡയിലേക്കും അമേരിക്കയിലേക്കും കുടിയേറപ്പെട്ടവരാണ് മെനോനൈറ്റുകൾ. അതിൽ ഹാമിഷ് ഓൾഡ് മെനോനൈറ്റുകളാണ് ഒണ്ടാരിയോയിലെ വാട്ടർലൂവിൽ ജീവിക്കുന്നത്. ഇവർ ക്രിസ്തുമത വിശ്വാസികളും ഇപ്പോഴും പരമ്പരാഗത കൃഷി രീതികളും ജീവിത രീതികളും തുടർന്നുകൊണ്ട് പോകുന്നവരാണ്. നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് കിടക്കാം. ആഴ്ചയിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 8 മുതൽ 3 മണി വരെയും ശനിയാഴ്ച രാവിലെ 7 തൊട്ട് 3:30 വരെയാണ്. ജൂൺ മാസം പകുതി മുതൽ സെപ്റ്റംബർ മാസം പകുതി വരെ ചൊവ്വാഴ്ചകളിലും മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 1975 ഏകദേശം 8ഓളം ലോക്കൽ കർഷകർ ചേർന്നാണ് ഈ മാർക്കറ്റ് ആരംഭിച്ചത്. തുടക്കത്തിൽ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച കൃഷി വസ്തുക്കൾ നേരിട്ട് ആളുകൾക്ക് വിൽക്കാനുള്ള ഒരു ചെറിയ മാർക്കറ്റ് എന്ന രീതിയിലായിരുന്നു ഇത് ആരംഭിച്ചത്. പിന്നീട് ആളുകളുടെ വരവും കച്ചവടം വർദ്ധിച്ചതോടെ ഇത് വളർന്നു. 1985 ആയപ്പോഴത്തേക്കും മാർക്കറ്റിന് ഒരു സ്ഥിര ബിൽഡിംഗ് അവർ നിർമ്മിച്ചു. എന്നാൽ 2013 വലിയൊരു തീപിടുത്തത്തിൽ അതെല്ലാം കത്തി നശിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഇൻഡോറും ഔട്ട്ഡോറുമായി ഏകദേശം 34,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ വർഷവും 1 മില്യൺ ആൾക്കാരാണ് ഈ മാർക്കറ്റിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 മുതൽ ഷേഗൽ അർബൻ ഡെവലപ്മെൻറ്റ് എന്ന പ്രൈവറ്റ് കമ്പനിയാണ് ഈ മാർക്കറ്റിൻ്റെ ഓണേഴ്സ്. ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കിട്ടുമെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഗ്രേപ്പ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ പോയിട്ടുള്ളവർക്കറിയാം. ഫസ്റ്റ് ടൈം പോകുന്നവർക്കായി ഒരു ടിപ്പ് പറഞ്ഞു തരാം. മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് എല്ലാത്തിനും റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ $10 2 ബോക്സാണ് കിട്ടുള്ളൂ. എന്നാൽ ഒരു 2-2.5 ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ $10 നമുക്ക് 5 ബോക്സോളം കിട്ടും. ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ ആണെങ്കിൽ റാസ്ബെറിയും ബ്ലൂബെറിയും മിക്സ് ആൻഡ് മാച്ചിൽ 5 ബോക്സ് കിട്ടും. അതുപോലെ എല്ലാ ഫ്രൂട്ട്സിനും ആ സമയത്ത് അവർ റേറ്റ് കുറയ്ക്കും. ഈ ബ്ലാക്ക്ബെറിക്ക് വോൾമാർട്ടിൽ $4.5 തന്നെ. അപ്പോഴാണ് നമുക്ക് 5 ബോക്സുകൾ $10 കിട്ടുന്നത്. അപ്പോൾ ലാഭമല്ലേ. പിന്നെ നല്ല ഫ്രഷ് ഫാമിലെ എഗ്ഗുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ. പല സൈസിലുള്ളത്, പല വിലയിലുള്ളത്. പിന്നെ ഒരു 3:30 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ്. എല്ലാ സ്ഥലവും കാലിയാവും, എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് തീരുകയും ചെയ്യും. നമ്മുടെ നാട്ടിലുള്ളവർ പറയുമല്ലോ, കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല റേറ്റും നമ്മളൊരു സാധനം കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അതിനൊട്ട് വിലയുമില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ നാട്ടിലും ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടി ഇങ്ങനെ ഉള്ള മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കർഷകന് യഥാർത്ഥ വിലയും കിട്ടും. പുതിയ കർഷകർക്ക് അതൊരു പ്രചോദനമായി തീരുകയും ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബായ്.